കേൾക്കാനെത്തിയ ഈ മഹല്ലത്തിനും പുറത്തും ഉള്ള സഹോദരി സഹോദരങ്ങളെ, പുതുതായി ഈ സ്ഥാപനത്തിൽ പ്രവേശനം ലഭിച്ച മഹാസൗഭാഗ്യവാന്മാരായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇൽമിന്റെ സദസ്സുകളും ഇൽമിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഇൽമിനോടുള്ള സ്നേഹവുമൊക്കെ വളരെ വലിയ വിലപ്പെട്ട മഹത്തായ കാര്യങ്ങളായി പഠിപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ. അറിവിലൂടെ മാത്രമേ ഒരു തലമുറക്ക് പുരോഗതിയും നേട്ടവും ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിജയവും കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമൊക്കെ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദാഹരണം തന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ അകലെയുള്ള ഒരാളുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ടിട്ട് അനേകം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ആ സംഭവമുണ്ടായി. ഒരു ഹദീസ് ഡമസ്കസിലുള്ള ഒരാളുടെ കയ്യിലുണ്ട് എന്നറിഞ്ഞപ്പോൾ മഹാനായ ഇമാം ബുഖാരി, ഹദീസ് എന്ന് പറഞ്ഞാൽ ഇൽമാണ്, ഖുർആൻ ഇൽമാണ്, അത് നേടാൻ വേണ്ടി, കരസ്ഥമാക്കാൻ വേണ്ടി ഒരുവിധ യാത്രാ സൗകര്യവുമില്ലാത്ത പുരാതന കാലത്ത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള അനേകം മഹാന്മാർ ഇൽമിന് വേണ്ടി വലിയ യാത്രകൾ ചെയ്തതായി കാണാൻ സാധിക്കും. പൊന്നാനിയിലെ മഖ്ദൂമുമാരുടെ, കേരളത്തിലെ പൊന്നാനി നിങ്ങൾക്കൊക്കെ സുപരിചിതമായിരിക്കും. കേരളത്തിലാണെങ്കിലും നിങ്ങളുടെ അടുത്ത് തന്നെയാണ് പൊന്നാനി. അവിടെയുണ്ടായിരുന്ന ദർസിലേക്ക്, മഖ്ദൂമുമാരുടെ വിജ്ഞാന കേന്ദ്രത്തിലേക്ക് ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് ഇവിടെ താമസിച്ച് പഠിച്ചിരുന്നു എന്നാണ് ശരി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല പണ്ഡിതന്മാരും കഴിഞ്ഞ നൂറ്റാണ്ടിലും അതിന് മുൻപുണ്ടായിരുന്ന പല നൂറ്റാണ്ടുകളിലുമൊക്കെ ഇൽമ പഠിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കുമൊക്കെ യാത്ര ചെയ്ത ചരിത്രം. അത്ര വലിയ മഹത്തായ സ്ഥാനമാണ് ദീനിൽ ഇൽമിനുള്ളത് എന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. വിശദമായി അത്തരം കാര്യങ്ങൾ പറയാൻ ഇവിടെ സമയമില്ല. ഇൽമിന്റെ മഹത്വം സംബന്ധിച്ച് കഴിഞ്ഞുപോയ നൂറ്റാണ്ടിലുള്ള പല മഹാന്മാരും നിരവധി കിതാബുകൾ എഴുതിയിട്ടുണ്ട്. പദ്യമായിട്ടും ഗദ്യമായിട്ടും. അറബി ഭാഷയിൽ മാത്രമല്ല മറ്റുള്ള ഭാഷകൾ സംസാരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇൽമിന്റെ മഹത്വം സംബന്ധിച്ച് ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് അയാൾക്ക് ഇൽമുണ്ടാവുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ അള്ളാഹു ദീൻ കാര്യങ്ങളിൽ, മതകാര്യങ്ങളിൽ വിവരമുള്ളവനാക്കും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. മതകാര്യങ്ങളിലുള്ള ഇൽമ എന്ന് പറഞ്ഞാൽ കിതാബ് ഓതിയിട്ടോ വഅദ് കേട്ടിട്ടോ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടോ ഉസ്താദുമാരോട് ചോദിച്ചിട്ടോ നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയിൽ പഠിച്ചിട്ടോ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടോ ഏത് രീതിയിലുമാകാം. ഒരാൾക്ക് ഇൽമ ലഭ്യമായാൽ, ഇൽമ കരസ്ഥമായാൽ അള്ളാഹു അവനെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്, നല്ലത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. പ്രസിദ്ധമായ ഹദീസാണ്. ഇൽമുള്ളവനും ഇൽമില്ലാത്തവനും ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്.
ഒരാൾ ഇൽമുള്ളവനാണ്, അവൻ ജീവിച്ചിരിക്കുന്നു. മറ്റേയാൾ ഇൽമില്ലാത്തവനാണ്, അവൻ യഥാർത്ഥത്തിൽ മരിച്ചവനാണ്. ലോകത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക്, ജനങ്ങൾക്ക് ചികിത്സിക്കുന്ന പണ്ഡിതന്മാരാകുന്നു ആലിമീങ്ങൾ എന്നാണ് മറ്റു ചില മഹാന്മാർ പറഞ്ഞത്. ജനങ്ങൾക്കറിയില്ല ദുനിയാവിൽ എങ്ങനെ വിജയം കരസ്ഥമാക്കാം, ആഖിറത്തിൽ എങ്ങനെ വിജയം കരസ്ഥമാക്കാം എന്ന് ജനങ്ങൾക്കറിയില്ല. ആ അറിവ് കേടിന് ചികിത്സിക്കുന്നവരാണ് ആലിമീങ്ങൾ. അന്നാസു മൗത അന്നാസു മർള വഹും ഫീഹിം അത്തിബ്ബാഉ. അന്നാസു മർള, ജനങ്ങളൊക്കെ രോഗികളാണ്, ഇൽമില്ലാത്ത രോഗം. വഹും ആലിമീങ്ങൾ ഫീഹിം, ആ ജനങ്ങളിൽ അത്തിബ്ബാഉ, ചികിത്സകന്മാരാണ് അല്ലെങ്കിൽ ഡോക്ടർമാരാകുന്നു. അന്നാസു മൗത വഅഹ്ലുൽ ഇൽമി അഹ്യാഉ. ജനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മരിച്ചവരാ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് ജീവനുണ്ടാകാൻ ഇൽമ വേണം. അഹ്ലുൽ ഇൽമി അഹ്യാഉ, വിവരമുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ മറ്റു കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ വിവരമുള്ള ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ജീവനുള്ളവർ. മറ്റവർ മരിച്ചവർക്ക് തുല്യമാകുന്നു. ഇങ്ങനെ ഇൽമിന്റെ മഹത്വം ഒരുപാട് ഹദീസിലും ഖുർആനിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വേറൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം കൈക്കൊള്ളുകയും ഇൽമ കരസ്ഥമാക്കുകയും ചെയ്തവർ, സത്യവിശ്വാസം നേടുകയും ഇൽമ നൽകപ്പെടുകയും ചെയ്ത ആളുകൾ, അവരെ അനേകം പദവികൾ അല്ലാഹു ഉയർത്തുന്നതാകുന്നു. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമ എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ വെളിച്ചം. കണ്ണുപൊട്ടന്മാരായ പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അവർക്ക് ഇൽമുണ്ടായാൽ ആ ഇൽമാണ് യഥാർത്ഥത്തിൽ അവരുടെ വെളിച്ചം. ഈ വെളിച്ചം സാക്ഷാൽ യഥാർത്ഥത്തിലുള്ള വെളിച്ചമല്ല. ഇത് എന്തെങ്കിലും ഒരു ഡിസ്കണക്ഷൻ ഉണ്ടായാൽ അത് കെട്ടുപോകും. അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന വൈദ്യുതിയാണെങ്കിൽ, കറന്റാണെങ്കിൽ അത് അതിന്റെ ഓഫീസിൽ ഓഫാക്കിയാൽ കെട്ടുപോകും. ഇൽമുള്ളവരുടെ വെളിച്ചം കെട്ടുപോവുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉം മക്തൂം റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി ഉണ്ടായിരുന്നു, കണ്ണ് കാണാത്ത സഹാബി. അദ്ദേഹം ലോകത്തിന് വെളിച്ചം, സ്വയം വെളിച്ചം ആർജിച്ചു, ലോകത്തിന് വെളിച്ചം പ്രകാശിപ്പിച്ചു. ഇങ്ങനെ നിരവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാരായ കണ്ണ് കാണാത്ത ആളുകളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യരാകുമോ എന്നാണ് വേറെ ഒരു സ്ഥലത്ത് അല്ലാഹു തആല ഖുർആനിലൂടെ ചോദിച്ചത്. വിവരമുള്ളവൻ വലിയ പദവിയിലാണ്, വിവരമില്ലാത്തവന് വേറെ എന്തെല്ലാം യോഗ്യതകളും മറ്റ് കഴിവുകളും സവിശേഷതകളും ഒക്കെ ഉണ്ടെങ്കിലും ശരി, അതൊക്കെ ക്ഷണികമാണ്, താൽക്കാലികമാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ മാടന്നൂരിലെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും ഇവിടെയുള്ള മുസ്ലിം സഹോദരീ സഹോദരന്മാരും ആബാലവൃദ്ധം ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ഈ വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ജംഗ്ഷനിൽ ഞങ്ങൾ എത്തിയപ്പോൾ കുറെ ചെറുപ്പക്കാർ ഞങ്ങളെ സ്വീകരിച്ച് അവരുടെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വെളിച്ചത്തിന്റെ, പ്രകാശത്തിന്റെ ഒരു ജനറേറ്ററാണ് ഈ സ്ഥാപനം. ഇൻഷാ അല്ലാഹ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ അവരെങ്ങനെ നബിയെ സാമോദം ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഫലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വിദാ വജബ അശ്ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാ.
അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിഅത ബിൽ അംറിൽ മുതാഅ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഅ എന്ന് പറഞ്ഞ് മക്കയിലെ ജനങ്ങൾ ഒന്നടങ്കം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തതായി സുപ്രസിദ്ധമായ ചരിത്രം നമുക്കറിയാം. നബി തങ്ങൾ വന്ന് മദീനയിൽ വെച്ച് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇൽമ് പ്രസരണം നടത്തുകയാണ്, പ്രചരിപ്പിക്കുകയാണ്, വിതരണം നടത്തുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. മാടന്നൂരിലെ നമ്മുടെ നൂറുൽ ഹുദയിൽ നാട്ടിന്റെ നാനാഭാഗത്തു നിന്നും കുട്ടികൾ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഉണ്ടാക്കിയ പള്ളിയിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു. ആഫ്രിക്ക വൻകരയിൽ നിന്ന് കുറെ ആളുകൾ, സുഹൈദ്, അമ്മാർ, യാസിർ തുടങ്ങിയവരൊക്കെ അതിൽപ്പെട്ടത് ആഫ്രിക്കക്കാർ. പേർഷ്യയിൽ നിന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു തുടങ്ങി കുറെ ആളുകൾ. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരിയായി ഇന്നും അറിയപ്പെടുന്ന റോമിൽ നിന്ന് സുഹൈബ് റൂമിയെ പോലെയുള്ള കുറെ ആളുകൾ, അറേബ്യൻ ഉപദ്വീപിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ, ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്ന ഇൽമ തേടി വന്ന മഹാന്മാരായ സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമ വിതരണം ചെയ്യുകയായിരുന്നു മദീനയിലെ പള്ളി. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിൽ കുട്ടികൾ വരും. എത്ര ജില്ലയിൽ നിന്ന് താലൂക്കുള്ളത്? ഏതൊക്കെ ജില്ലയിൽ നിന്നാണ് കണക്കെടുത്തിട്ടില്ല എന്നാണ്, കണക്കെടുക്കണം. ദാറുൽ ഹുദയിൽ അൽഹംദുലില്ലാഹ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുണ്ട്. പുറമെ നമ്മുടെ വിശാലമായ ഇന്ത്യ രാജ്യത്തിന്റെ ഏകദേശം 10-15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഇന്ത്യ രാജ്യത്തിന്റെയും പുറത്തുള്ള നേപ്പാളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെ ക്രമേണ ഇൻഷാ അല്ലാഹ് നമ്മുടെ നൂറുൽ ഹുദയിലും കർണാടക വിട്ട്, ആന്ധ്ര വിട്ട്, പിന്നെ മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഒക്കെ വിട്ട് കേരളത്തിന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ വരും. അങ്ങനെ ലോകത്തിന്റെ നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ പര്യാപ്തമായ വിധത്തിലുള്ള വലിയൊരു പ്രകാശ ഗോപുരമായി ഈ സ്ഥാപനത്തെ അല്ലാഹു ഉയർത്തട്ടെ, ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അതെങ്ങനെ സാധിക്കുമെന്ന് സംശയിക്കും ചില ആളുകൾ. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ സംശയിക്കാൻ പാടില്ല. ഏത് കാര്യം എത്ര ഇഖ്ലാസോടുകൂടി അവർ പ്രവർത്തിക്കുന്നുവോ അതിനനുസരിച്ചാണ് അത് വിജയിക്കുന്നത്. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ച് ഏതൊരു സംരംഭം തുടങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ പ്രീതി പൊരുത്തം ഉദ്ദേശിച്ച് അള്ളാഹുവിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ച്, സഹായം അപേക്ഷിച്ച്, ചോദിച്ചു തുടങ്ങിയാൽ ഏത് സംരംഭവും വിജയിക്കും. അതിന് തെളിവാണ് ഞാൻ ഓതിയ ഈ ആയത്ത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ ദീൻ കാര്യങ്ങളിൽ ആരെങ്കിലും അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുവോ ലനഹ്ദിയന്നഹും സുബുലനാ, നിശ്ചയമായും അവരുടെ വഴി നാം എളുപ്പമാക്കി കൊടുക്കും. തീർച്ചയായും നാം അത് എളുപ്പമാക്കി കൊടുക്കും, സംശയിക്കേണ്ട. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. വലിയ പുണ്യമാണ് അത്തരം ആളുകൾ ചെയ്യുന്നത്. പുണ്യം ചെയ്യുന്ന ആളുകളോടൊപ്പം അള്ളാഹു ഉണ്ടാവും. അള്ളാഹു ഉണ്ടാവുന്ന അവരെ കൂടെ അങ്ങനെ അള്ളാഹു നടക്കുമെന്നല്ല. അള്ളാഹുവിന്റെ സഹായം, തൗഫീഖ്, ഇനായ, റബ്ബാനിയ, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത്, നിഅമത്ത്, ബറക്കത്ത് ഒക്കെ അതിൽ ലഭിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചാൽ അതാണ്. അതിന് ചരിത്ര സംഭവങ്ങൾ നിരവധിയാണ്, പറഞ്ഞാൽ അവസാനിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തപ്പോൾ സൗർ മലയുടെ മുകളിൽ കയറി ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നവർ 3 ദിവസം. ആദ്യത്തെ 3 ദിവസം ശത്രുക്കൾ അവരെ തെരഞ്ഞെടുത്ത് തന്നെ ചെന്നു. അടുത്തെത്തി, പല ഭാഗത്തും തെരഞ്ഞ കൂട്ടത്തിൽ അവരിയ്ക്കുന്ന ഗുഹയുടെ അടുത്തുമെത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ചു. നബിയെ
അവരൊന്ന് തല താഴ്ത്തി നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, എന്ത് പറ്റിപ്പോയി സിദ്ദീഖേ നിങ്ങൾക്ക്? മാ ദന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്, ഒട്ടും ഭയപ്പെടേണ്ടതില്ല. മൂസാ നബി അലൈഹിസ്സലാം തന്നെ അനുയായികളെ കൊണ്ട് നടന്നുപോയി. രാവിലെ പ്രഭാതത്തിൽ ചെന്നെത്തിയത് ചെങ്കടലിന്റെ തീരത്തായിരുന്നു. അവര് പറഞ്ഞു, ഈ പണി ചെയ്യേണ്ടതില്ല നീ ഞങ്ങളോട്, ഇതിനേക്കാൾ ഈ കടലിൽ മുങ്ങി ഉപ്പുവെള്ളം കുടിച്ച് മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് മെച്ചമായിരുന്നത് ഫിർഔന്റെ അടിമകളായി ജീവിക്കൽ തന്നെയായിരുന്നല്ലോ. قال أصحاب موسى إنا لمدركون فلما تراءى الجمعان قال فأتبعوهم مشرقين فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين. ഒട്ടും ഭയപ്പെടേണ്ട നിങ്ങൾ, എന്റെ കൂടെ എന്റെ നാഥൻ. എന്ത് കണ്ടിട്ടാ അള്ളാഹു ഇത് പറഞ്ഞത്? മുന്നിൽ സമുദ്രമാണ്, പിന്നിൽ ശത്രു വരികയാണ്. ഒട്ടും ഭയപ്പെടേണ്ട എന്ന് ആളുകളെ സമാധാനിപ്പിക്കാൻ എന്താ ഗ്യാരണ്ടി, ഉറപ്പെന്താ? അള്ളാഹുവിനുള്ള വിശ്വാസം തന്നെ. എങ്ങനെയാണ് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവുക എന്ന് മൂസാ നബിക്കറിയില്ല. പക്ഷെ അള്ളാഹു രക്ഷപ്പെടുത്തുന്ന ഉറപ്പാണ്, അതറിയാം. അതാണ് ജനങ്ങളോട് പറഞ്ഞത്. കല്ല, നിങ്ങൾ ഈ പറഞ്ഞ സംഗതി ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുകയില്ല. ഫിർഔനും അവന്റെ പട്ടാളവും നിങ്ങളെ പിടികൂടുക, ആക്രമിക്കുക, കൊലപ്പെടുത്തുക, ഇത് സംഭവിക്കുകയേ ഇല്ല, തീർച്ച. ഇതാണ് അറബിയിൽ കല്ല എന്ന് പറഞ്ഞത്. കല്ല ഇന്ന മഅ റബ്ബി സയഹദീൻ. എന്നിട്ട് പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടത്? അല്ലാഹു തആല പറഞ്ഞു, യദ്രിബ് ബിഅസാകൽ ബഹറ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. മൂസാ നബി ഞങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് ആ വെള്ളത്തിലൊന്ന് അടിച്ചാൽ മതി. അടിച്ചു. അവർക്ക് നടന്നു പോകാനുള്ള നല്ല ഹൈവേ, എക്സ്പ്രസ് ഹൈവേ, ഒരു നനവുമില്ലാത്ത ഉറച്ച ഭദ്രമായ ഭൂമിയായി മാറി. വെള്ളം ഇങ്ങനെ പൊന്തി നിന്നു, മല പോലെ നടന്നോളി എന്ന് പറയും. നടന്നു അക്കരെ. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ, അത് വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ പറയുന്നത്, ഈ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികളും ഇവിടെയുള്ള ആബാലവൃദ്ധം, സ്ത്രീ പുരുഷന്മാരും ചെറുപ്പക്കാരും യുവാക്കളും വിദ്യാർത്ഥികളും വയസ്സന്മാരും സ്ത്രീകളും ഉമ്മപെങ്ങന്മാരും എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം ഞങ്ങൾ പുരോഗതിയിലേക്ക് കൊണ്ടുപോകും എന്ന് ഇന്ന് ദൃഢപ്രതിജ്ഞയെടുക്കും. അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കണം, അള്ളാഹുവിനോട് സഹായം ചോദിക്കണം, അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഈ കാര്യം ചെയ്യണം. വിജയിക്കും, തീർച്ച, സംശയമില്ല. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൽ സംശയിക്കാനും പാടില്ല. നമ്മളെങ്ങനെ തുടങ്ങിയത് നമ്മളെ കൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല, സംശയിക്കാൻ പാടില്ല. അത് അള്ളാഹുവിനുള്ള ശുഭപ്രതീക്ഷയ്ക്ക് എതിരാ, അള്ളാഹുവിനുള്ള പൂർണ്ണമായ വിശ്വാസത്തിന് എതിരാ. അതുകൊണ്ടാണ് മൂസാ നബി കല്ല ഇന്ന മഅ റബ്ബി സയഹദീൻ മാ വന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ എന്നൊക്കെ പറയുന്ന അവസ്ഥ. അൽഹംദുലില്ലാഹ്, വളരെ അനുഗ്രഹീതമായ പൈതൃകവും പാരമ്പര്യവും ഈ മഹല്ലത്തിനുണ്ട് എന്ന് ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളൊരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്നു. അന്നും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അത് വീണ്ടും ആവർത്തിച്ച് ഞാൻ സമയം കളയുന്നു. എന്താണ് ദാറുൽ ഹുദ? എന്തിനാണ് ദാറുൽ ഹുദ? എന്താണ് ദാറുൽ ഹുദ കൊണ്ട് ഇതുവരെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? ഇതൊക്കെ ഇവിടെ പലരും നേതാക്കന്മാരൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാറുൽ ഹുദ സ്ഥാപിച്ചത് വലിയൊരു വെള്ളക്കുണ്ടലാണ്. ആദ്യം അത് പറയാം ചുരുക്കി. ഇതിങ്ങനെ സമതലം, റോഡൊക്കെ ഉള്ള സ്ഥലം, ഇങ്ങനെ 15 അടി 14 അടി 16 അടി 12 അടി ഒക്കെ ആഴമുള്ള ഒരു കുണ്ടാണ് ദാറുൽ ഹുദയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് തെരഞ്ഞെടുക്കാൻ കാരണം വേറെ സ്ഥലം കിട്ടാത്തതാണ്. കാരണം ഓരോ കൊല്ലവും ഇങ്ങനെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് വലിയ ഒരു സ്ഥാപനമാകുമ്പോൾ ഒരുപാട് സ്ഥലവും സൗകര്യങ്ങളും മറ്റുമൊക്കെ വേണ്ടിവരും. മലപ്പുറം ജില്ല സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിലാണ് സുന്നി ദാറുൽ ഹുദ സ്ഥാപിതമാകുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പല കീഴ്ഘടകങ്ങളിൽ ഒന്നാണല്ലോ സുന്നി മഹല്ല് ഫെഡറേഷൻ. അതിന്റെ മലപ്പുറം ജില്ല.
അതുകൊണ്ട് ജില്ലാ കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ ജില്ലയിലെ പല സ്ഥലങ്ങളിലും അവർ നടന്ന് ഈ സ്ഥാപനത്തിന് പറ്റിയ ഭൂമി അന്വേഷിച്ചു. പല സ്ഥലത്തും, ചുരുക്കി പറഞ്ഞാൽ പറ്റിയ സ്ഥലത്തും കിട്ടിയില്ല. 10-20 ഏക്കർ ഒന്നായിട്ട് മലപ്പുറം ജില്ലയിൽ അങ്ങനെ എല്ലാ സൗകര്യമുള്ള സ്ഥലം ഇല്ല, അന്ന് തന്നെ ഇല്ല, അന്ന് തീരെയില്ല. അങ്ങനെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നവരും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ചില ആളുകളുടെ മനസ്സിൽ ഇതിന്റെ സ്ഥാപനത്തിന്റെ മുന്നിലുണ്ടായിരുന്ന 3 മഹാന്മാരാണ്. മർഹൂം MM ബഷീർ മുസ്ലിയാർ, മർഹൂം CH ഐദ്രോസ് മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി, എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച ഷാഫി ഹാജിയുടെ പിതാവ്. ചമ്മാട് മഹല്ലത്തിലൊരു 130 ഏക്കർ സ്ഥലം ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന സ്ഥലം, 130 ഏക്കർ സ്ഥലം വയല. അവിടെ ഇപ്പൊ കൃഷി നടക്കാതെ പോയിട്ട് 45-50 കൊല്ലത്തോളം കൃഷി നടക്കുന്നില്ല. കാരണം വേനൽക്കാലത്ത് കൃഷി നനക്കാൻ വെള്ളം കിട്ടുകയില്ല, വർഷക്കാലത്ത് മഴ പെയ്ത് വന്നിട്ട് ഒന്നായി വെള്ളം കെട്ടി നിൽക്കും. 15 അടി ആഴമുള്ള സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കും. വേറെ സ്ഥലം കിട്ടാതായപ്പോ എന്നാൽ ഇവിടെ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുക, ബിൽഡിങ്ങിന്റെ സ്ഥലത്ത് മണ്ണിട്ട് പൊന്നിക്കുക എന്നുള്ള തീരുമാനം ഉണ്ടായി. അങ്ങനെ മണ്ണിടാൻ തുടങ്ങി. ആർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത് മുഴുവൻ മണ്ണ് ഫില്ല് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങി. ഇങ്ങനെ അൽഹംദുലില്ലാഹ് മണ്ണ് അത്യാവശ്യമുള്ള സ്ഥലത്ത് ആദ്യം ഫില്ല് ചെയ്ത്, പിന്നെ അങ്ങനെ ഫില്ല് ചെയ്ത് നിറച്ച് മണ്ണ് നിറച്ച് ഇപ്പോ 10-20 ഏക്കർ സ്ഥലം, 20 ഏക്കർ സ്ഥലം ഒന്നായി മണ്ണ് ഫില്ല് ചെയ്തു. 70,000 ലോഡ് മണ്ണ് ഫില്ല് ചെയ്ത സ്ഥലത്ത് ദാറുൽ നിൽക്കുന്നത്. നിങ്ങൾ ആ വഴിക്ക് വരുമ്പോൾ കാണാൻ വരണം. അമ്പുറത്തേക്കോ പാണക്കാട്ടേക്കോ മലപ്പുറം ജില്ലയിൽ എവിടേക്കെങ്കിലൊക്കെ വരികയാണെങ്കിൽ ദാറുൽ കാണാൻ വരണം. നിങ്ങൾ ആരാണ്? ഈ 70,000 ലോഡ് മണ്ണ് ഫില്ല് ചെയ്ത് നല്ല മെയിൻ റോഡിന്റെ വക്കത്തുള്ള സ്ഥലം. ഭൂമി വളരെ ചെറിയ വിലക്കാ കിട്ടിയത്, വളരെ ചെറിയ 150 റുപ്യ 200 റുപ്യ ഒരു സെന്റിന്. മണ്ണ് ഫില്ല് ചെയ്തു. മണ്ണ് ഫില്ല് ചെയ്തപ്പോൾ വന്ന വില 3100 റുപ്യ ഒരു സെന്റിന്. ഇന്നവിടെ 3100 സെന്റിന് വില വരുന്ന 3 ലക്ഷമല്ല 9 ലക്ഷമല്ല 12 ലക്ഷത്തിലേറെ ഉറുപ്പിക വില വരും ഒരു സെന്റിന്. അപ്പൊ 70,000 ലോഡ് മണ്ണ് ഫില്ല് ചെയ്തത് വെറുതെ അല്ല എന്നർത്ഥം. നേരത്തെ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്ത പദ്ധതികളാണ്. ഞാൻ ഇത് പറഞ്ഞു വന്നത്, അങ്ങനെ ധാർമ്മികതയുടെ ചരിത്രം ഒരുപാട് പറയാനുണ്ട്, ഇപ്പൊ പറഞ്ഞാൽ തീരില്ല. അതിന്റെ നടത്തിപ്പുകാരുടെ പ്രതീക്ഷയിൽ പോലും ഉണ്ടായിരുന്നില്ല ഈ ഭൂമി ഒന്നായിട്ട് മണ്ണ് ഫില്ല് ചെയ്യാൻ കഴിയുന്നു. പക്ഷെ അങ്ങനെ വന്നു. ദാറുൽ ഹുദയുടെ തുടക്കം മുതൽ തന്റെ മരണം വരെ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനായ വ്യക്തി കൂടിയാണ് ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആയുർവേദത്തില് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ബിരുദം നേടിയ ആളായിരുന്നു, ചികിത്സകനായിരുന്നു. അതേസമയം ദീനീ രംഗത്ത് വളരെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന മഹാനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ബന്ധാവിലൂടെ മുന്നോട്ട് നീങ്ങാൻ ഇന്ന് ദാറുൽ ഹുദയുടെയും അതിന്റെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ഒക്കെ മുന്നിൽ നിൽക്കുന്ന, അതിന്റെ കൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ പഠിത്തം തൗഫീഖ് ചെയ്യട്ടെ. ദാറുൽ ഹുദയുടെ 1996 നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികള് ആഫ്രിക്കയിലെത്തും, അമേരിക്കയിലെത്തും, യൂറോപ്പിലെത്തും. അവര് വടക്കേ ഇന്ത്യയിൽ പോകും, ഉറുദുവിൽ പ്രസംഗിക്കും, അറബിയിൽ പ്രസംഗിക്കും, ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. സൗദി അറേബ്യയിലുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. മലയാളത്തില് കേരളത്തിലുള്ള ഒരാളിന് എത്ര പഠിച്ചാലെങ്ങനെ സൗദി അറേബ്യയിൽ പോയി പഠിപ്പിക്കുക എന്ന് തോന്നുന്നു. അത് പുലർന്നു വന്നു, സാക്ഷാത്കൃതമായി വന്നു. ദാറുൽ ഹുദയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ബിരുദം നേടിപ്പോയ ഡോക്ടർ ബഹാഉദ്ദീൻ ഹുദവി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ബഹാഉദ്ദീൻ നദ്വി അല്ല, ബഹാഉദ്ദീൻ ഹുദവി. അയാൾ മസ്കത്തിലെ ഒരു കോളേജിലെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പോയി. മസ്കത്തിലെ മുസന്ന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ടെക്നിക്കൽ കോളേജിൽ ഉസ്താദായി നിയമിക്കപ്പെട്ടു ഡോക്ടർ ബഹാഉദ്ദീൻ ഹുദവി.
അറബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സൗദി അറേബ്യയിലെ ഷഖറ യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി, അതിന് 4-5 സെന്ററുകളുണ്ട് വ്യത്യസ്ത സിറ്റികളിൽ. അതിൽ ദവാദമി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സൗദി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചുപോയ ഡോക്ടർ അബ്ദുൾ റഊഫ് ഹുദവിയാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണം. മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഷഫീഖ് ഹുസൈൻ ഹുദവി, ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കണ്ടു. മലേഷ്യയിൽ അദ്ദേഹത്തിന് വീട്ടിൽ പോയി. ഡോക്ടർ ഷഫീഖ് ഹുസൈൻ ഹുദവി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉസ്താദായി സേവനം ചെയ്യാം. ഞാൻ സൂചിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ബാപ്പുട്ടി ഹാജി നവറല്ലാഹു മർഖദഹു അവർക്ക് ദീർഘദർശനം ചെയ്ത കാര്യങ്ങൾ സാക്ഷാത്കൃതമാക്കി അള്ളാഹു കാണിച്ചു. കാരണം വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ഇതിന് ആള്, സ്റ്റേറ്റ്, ജില്ല അതൊന്നും വ്യത്യാസമില്ല. ഇങ്ങനെ ആര് ചെയ്യുന്നു അവരൊക്കെ. ദാറുൽ ഹുദയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥി ചെറുപ്പക്കാർ, യുവ പണ്ഡിതന്മാരെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. 10-20ലധികം സംസ്ഥാനങ്ങൾ. ഇന്ത്യ ആകെ 30 സ്റ്റേറ്റാണ്. 20ലധികം സംസ്ഥാനങ്ങളിൽ ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചു വരുന്ന വിദ്യാഭ്യാസ മത സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ സൗദി അറേബ്യയിലുണ്ട്, UAE-യിലുണ്ട്, കുവൈത്തിലുണ്ട്, മസ്കത്തിലുണ്ട്, ബഹ്റൈനിലുണ്ട്, മാൽദീവ്സിലുണ്ട്, നേപ്പാളിലുണ്ട്, നെതർലാൻഡ്സിലുണ്ട് ഹുദവി. ആഫ്രിക്കയിലെ നൈജീരിയയിലുള്ള യോബെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇസ്ലാമിക്സ് ആൻഡ് അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഹെഡ് ആയി പ്രവർത്തിക്കുന്നത് ദാറുൽ ഹുദയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ നാദാപുരത്തുകാരൻ ഡോക്ടർ സഈദ് ഹുദവിയാണ്. ഉത്തർപ്രദേശിലുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഹുദവികൾ ഉസ്താദുമാരായുണ്ട്. കേരളത്തിലുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിൽ ഹുദവികൾ ഉസ്താദുമാരായി സേവനം ചെയ്യുന്നു. ഹൈദരാബാദിലുള്ള മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഹുദവികൾ ഉസ്താദുമാരായി ഉണ്ട്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും, കോളേജുകളും യൂണിവേഴ്സിറ്റികളും കേരളത്തിൽ പുറത്തുള്ളവർക്കൊക്കെ ഹുദവികൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഖതീബുമാരായി, മുദരിസുമാരായി, ഉസ്താദുമാരായി, പ്രിൻസിപ്പൽമാരായി, പ്രഭാഷകന്മാരായി, വാള് പറയുന്നവരായി, ഗ്രന്ഥം എഴുതുന്നവരായി, മറ്റു പല മേഖലകളിൽ സേവനം ചെയ്യുന്നതായി ഒരുപാട് ഹുദവികളുണ്ട്. അതൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. ഇൻഷാ അല്ലാഹ് 12 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ പ്രവേശനം നൽകപ്പെട്ട കുട്ടികളിലും അങ്ങനെയുള്ള പ്രതിഭാശാലികൾ ധാരാളം ഉണ്ടാകും. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യാം. ഇതിനു വേണ്ടി തന്നെയാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് ദാറുൽ ഹുദ, അല്ലെങ്കിൽ 35 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നേതാക്കന്മാർ ചിന്തിച്ചത്. മുസ്ലിം സമുദായം പിന്നോട്ട് 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 പോയി അതപ്പതിച്ച് വരികയായിരുന്നു. യഥാർത്ഥത്തിൽ മുഅ്മിന് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉത്തമനായ വ്യക്തി. അൽ മുഅ്മിനു ഖൈറു മൻ യംശി അലൽ അർള്. ഭൂമിയിൽ നടക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ സത്യവിശ്വാസിയാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്താ കാരണം? ഒരു ദോഷങ്ങളും അവരുടെ അടുത്തുണ്ടാവില്ല. നുണ പറയില്ല, നമീമത്ത് പറയില്ല, ഗീബത്ത് പറയുകയില്ല, ആരെയും ആക്രമിക്കുകയില്ല, ആരെങ്കിലും താല്പര്യങ്ങൾ ഹനിക്കുകയില്ല. നല്ലത് മാത്രമേ അവൻ ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവരെ സഹായിക്കണം. അത് മനുഷ്യനാകണമെന്നില്ല, ജീവജാലങ്ങളാണെങ്കിലും അവയെ സഹായിക്കണം. അയൽവാസികൾ ആരാണെങ്കിലും അവരോട് നല്ല രീതിയിൽ പെരുമാറണം. ഒരു മനുഷ്യനെയും ആക്രമിക്കാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല, കൈകൊണ്ട് പാടില്ല, നാക്കുകൊണ്ട് പാടില്ല, വാക്കുകൊണ്ട് പാടില്ല, മനസ്സുകൊണ്ട് പോലും ഒരാൾക്ക് പ്രയാസമുണ്ടാകുന്ന ചിന്താഗതി മുസ്ലിമിന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് മുഅ്മിനാണ് ഭൂമിയിൽ സഞ്ചരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ സ്വഭാവ ഗുണവിശേഷങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വളരെ മോശക്കാരായ വിഭാഗമായി മുസ്ലിമീങ്ങൾ, ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. അവരക്രമികളാണ്, തീവ്രവാദികളാണ്, അവര് കുഴപ്പക്കാരാണ്, വിനാശകാരികളാണ് എന്നൊക്കെ. ഇസ്ലാമിനെ പറ്റി അവർക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം അവർക്കറിയില്ല.
മാലിക് ദീനാറും 12 ആളുകളും കേരളത്തിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി എന്ന് അവർക്കറിയില്ല. ഒരു രാജ്യത്തെ മുസ്ലിമീങ്ങൾ പോയി ആരെയും ആക്രമിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ പേരിൽ മതപ്രബോധനം നടത്തിയിരുന്ന ആളുകൾ മറ്റുള്ളവർക്കൊക്കെ ഗുണം പ്രതീക്ഷിക്കുന്നവരായിരുന്നു. മറ്റുള്ളവരുടെ ചെറിയൊരു അവകാശം പോലും പറ്റാത്തവരായിരുന്നു. മാലിക് ദീനാറും 12 ആളുകളും വന്നപ്പോൾ കപ്പലിറങ്ങിയപ്പോൾ പായക്കപ്പലിറങ്ങിയപ്പോൾ കടപ്പുറത്ത് ഒരു തെങ്ങിൻ തോട്ടം നോക്കിയിരുന്ന ആള് അവർക്ക് ഇളനീർ വെട്ടിക്കൊടുത്തു. അവരത് കുടിച്ചില്ല, വാങ്ങിയില്ല. കാരണം അവനെ കണ്ട അലാരെ ഇവന്റെ മുതലാളിയല്ലാന്ന് അറിയാം. അവനതിന്റെ സേവകനാണ്, ജോലിക്കാരനായിരുന്നു. ജോലിക്കാരന് അതിലുള്ള തേങ്ങ അല്ലെങ്കിൽ ഇളനീരെടുത്ത് മറ്റുള്ളവരെ സൽക്കരിക്കാൻ അവകാശമില്ലല്ലോ. അവന്റെതെല്ലാം മുതൽ സ്വത്ത്. അവർ പറഞ്ഞു ഞങ്ങളിത് സ്വീകരിക്കുകയില്ല. അവർക്ക് അറിയണ ഭാഷയിൽ ആംഗ്യ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവും. കാരണം അന്യന്റെ വിഹിതം സ്വീകരിക്കാൻ പാടില്ല, തിന്നാനും കുടിക്കാനും പാടില്ല. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിനെ ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തെ ഏറ്റവും സുന്ദരമായ ആദർശമായ ഇസ്ലാം. മറ്റുള്ള ആളുകളുടെയിൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു, മദീനയിൽ ജീവിച്ചിരുന്നു. മദീനയിൽ മുസ്ലിമീങ്ങളുടെ 1-ാം നമ്പർ ശത്രുക്കൾ ജൂതന്മാരായിരുന്നു. 2-ാമത്തെ ശത്രുക്കൾ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവർ മദീനയിൽ ജീവിച്ചിരുന്നു, മക്കയിൽ ജീവിച്ചിരുന്നു. ഈ 2 നമ്പർ ഖുർആൻ പറഞ്ഞതല്ല. തജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ വലതജിദന്ന അഖറബഹും മവദ്ദതൻ ലില്ലദീന ആമനുൽ ലദീന ഖാലൂ ഇന്നാ നസാറ ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. സത്യവിശ്വാസികളുടെ ഏറ്റവും ശത്രുതയുള്ള നമ്പർ 1 ജൂതന്മാർ. വല്ലദീന അശ്റകൂ 2-ാമത്തെ ബഹുദൈവ വിശ്വാസികൾ. അവർ മദീനയിൽ ജീവിച്ചിരുന്നു. മുസ്ലിമീങ്ങൾ അവരെ ആക്രമിച്ചിട്ടില്ല, ആക്രമിച്ച ചരിത്രമേ ഇല്ല. അവർ മുസ്ലിമീങ്ങളല്ലാത്തവരുമായി ജീവിതത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപഴകിയിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. നിബിതങ്ങൾ തന്നെ പണം ആവശ്യമായപ്പോൾ ജൂതന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. നബിയുടെ ഒരു വസ്ത്രം പണയം വെച്ചുകൊണ്ട് ജൂതന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരുന്നു, കടം വാങ്ങി. ഇങ്ങനെയാണ് അവർ ജീവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് സുന്ദരമായ ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതിനാണ് ദാറുൽ ഹുദ പുതിയ ഒരു പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ രീതിയുമായി രംഗത്ത് വന്നത്. 1983 ദാറുൽ ഹുദക്ക് തറക്കല്ലിടുന്നു. 1986 ജൂൺ മാസം 26-ാം തീയതി ദാറുൽ ഹുദയിൽ ക്ലാസ് തുടങ്ങുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് 1500ഓളം ഹുദവികൾ പുറത്തു വന്നു. 1500-ലധികം ഹുദവികൾ പുറത്തു വന്നു. അവർ ലോകത്തിന് നാനാഭാഗത്തും വിദ്യാഭ്യാസ ദീനീ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിനാണെങ്കിൽ നാളെ പെട്ടെന്ന് കിട്ടിയ ഒരു വിവരമനുസരിച്ച് ഹജ്ജിന് പുറപ്പെടേണ്ട, അടുത്ത ആഴ്ച പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പെട്ടെന്ന്
പുറപ്പെടാനുള്ള വിവരം കിട്ടിയതനുസരിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും പരിഗണിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അല്ലാഹു സാലിഹാമലായി കബൂൽ ചെയ്യട്ടെ. ദാറുൽ സന്തതികളിൽ നിരവധി ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രഭാഷകന്മാരും പ്രസംഗന്മാരും ഒക്കെയായി അൽഹംദുലില്ലാഹ് സമുദായത്തിന്റെ രംഗത്തുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് മുസ്തഫ ഹുദവി. അവർക്കൊക്കെ അല്ലാഹു തആല ദീർഘകാലം സമുദായത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖുകൾ നൽകട്ടെ. ആമീൻ. അപ്പോ ദാറുൽ ഹുദയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളുകൾ ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും ദീനിനു വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി സേവനനിരതരായി കഴിഞ്ഞു. 30 കൊല്ലം മുമ്പ് ദാറുൽ ഹുദ സ്ഥാപിതമായപ്പോൾ അതിന് പ്രത്യേകമായ ഒരു രീതിയും പദ്ധതിയും ഒക്കെ ആവിഷ്കരിച്ചാണ് തുടങ്ങിയത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും, എന്നിട്ട് എന്താ അതിൽ തുടങ്ങേണ്ടതെന്ന് ആലോചിക്കും. അങ്ങനെയല്ല ദാറുൽ ഹുദ തുടങ്ങി. ബിൽഡിങ്ങിനെ പറ്റിയല്ല ആദ്യം ആലോചിച്ചത്. മതവിദ്യാഭ്യാസ രംഗത്ത്, ഇസ്ലാമിക പ്രബോധന രംഗത്ത് സാധിച്ചെടുക്കേണ്ട പുതിയ രീതികളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് രൂപം കാണുകയാണ്. ആ രീതികൾ അനുസരിച്ച് സമുദായത്തിന് വഴി നടത്താൻ പറ്റിയ പണ്ഡിതന്മാരെ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണുകയും എന്നിട്ട് അതിന് സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം ഈ 4 ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ, ഇതിന് പുറമുള്ള ചില ഭാഷകളും ദീനി രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം. മലേഷ്യയിൽ ജോലി ചെയ്യുന്ന ഹുദവികൾ അവർ മലയാള ഭാഷ ഉപയോഗിച്ചിട്ടാണ് ദീനി പ്രവർത്തനം നടത്തുന്നത്. മലയാളം അവിടെ നിന്ന് പഠിച്ചു. ആന്ധ്രാപ്രദേശില് ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്താദന്മാര് തെലുങ്ക് പഠിച്ചു. അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം എന്നാലും അവർക്ക് അറിയാം ദാറുൽ ഹുദയിൽ പഠിച്ചത്. ഇതിന് പുറമെ ഇങ്ങനെ ആവശ്യാനുസൃതം ബംഗാളിലെ ജോലി ചെയ്യുന്ന ഹുദവി ഉസ്താദന്മാര് ബംഗാളി പഠിച്ചു. ആസാമിലെ ബോർപേട്ടയിലുള്ള ഉസ്താദന്മാര് ആസാമീസ് പഠിച്ചു, അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ പഠിച്ചു. ഇങ്ങനെ വിവിധ ഭാഷകളിൽ അൽഹംദുലില്ലാഹ് വ്യത്യസ്ത രീതികളില് സമൂഹത്തിന് ആവശ്യമായ മാർഗദർശനവും നേതൃത്വവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹുദവികൾ ചെയ്യുന്നത്. അതിനുവേണ്ടി തന്നെയാണ് 35 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിക്ക് ആവിഷ്കാരം നൽകുന്നത്. അപ്പൊ അതിന് ചില പുതിയ രീതികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ചേർത്ത കുട്ടികൾക്കൊക്കെ എത്ര വയസ്സ് കവിഞ്ഞാൽ പ്രവേശനം കൊടുക്കുകയില്ല എന്നൊരു നിയമമുണ്ട്. അപ്പൊ ആ പരിധിയിൽ ഉള്ളിലുള്ള ആളുകൾക്ക് പ്രവേശനം കൊടുക്കും. 11.5 വയസ്സ് കവിയാത്ത ആളുകളാകണം, അല്ലെങ്കിൽ 12 വയസ്സ്, ചില സ്ഥാപനങ്ങളിൽ 12. അത് കഴിഞ്ഞ കുട്ടികളെ പിന്നെ ഇവിടെ എടുക്കുകയില്ല. കാരണം എടുത്ത തീരുമാനത്തിനെതിരാണ്. ഇതുപോലെ അവർക്ക് അറബി, ഉറുദു, ഇംഗ്ലീഷ്, പിന്നെ പ്രാദേശിക ഭാഷ. കേരളത്തിലാണ് ഞാൻ മലയാളം എന്ന് പറഞ്ഞത്. ഞങ്ങൾ കേരളക്കാരുടെ ഭാഷ മലയാളമാണ്. നിങ്ങൾ മലയാളം പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ്. പക്ഷേ ആന്ധ്രയിലെ മൻഹജുൽ ഹുദ അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രാദേശിക ഭാഷ തെലുങ്ക. അറബി, ഉറുദു, ഇംഗ്ലീഷ്, തെലുങ്ക് ആണ് അവർ പഠിക്കുന്നത്. ബോംബെയിലെ ഡോങ്കരിയിൽ ഖുവ്വത്തുൽ ഇസ്ലാം അറബി കോളേജ് ഉണ്ട്. അവിടെ അറബി, ഉറുദു, ഇംഗ്ലീഷ്, മറാഠി ആണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ പഠിക്കുന്നവര് ഉറുദു, അറബി, ഇംഗ്ലീഷ്, ബംഗാളി. ആസാമിൽ ആസാമീസ്. ഇവിടെ കർണാടക കാശി പട്ടണത്തിൽ അൽഹംദുലില്ലാഹ് ഒരു കൊല്ലമായി സ്ഥാപനം നടന്നു വരുന്നുണ്ട്. അവിടെ കർണാടക ഭാഷ പഠിച്ചു. ഇങ്ങനെ ഭാഷകൾ പിന്നെ കണക്ക്, സയൻസ്, സോഷ്യൽ സയൻസസ്, സ്കൂളുകൾ പഠിപ്പിക്കുന്ന എല്ലാ വിഷയവും പഠിപ്പിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ SSLC കുട്ടികൾ എഴുതൂല എന്നുള്ളതാണ്. SSLC എഴുതിയാൽ ചില ദോഷങ്ങളൊക്കെ ദാറുൽ ഹുദ ആദ്യകാലത്ത് കണ്ടു. ഇപ്പോഴും അങ്ങനെ തന്നെ. എന്താന്ന് വെച്ചാൽ SSLC എഴുതിയാൽ നല്ല മാർക്കിന് പാസ്സാവും. അപ്പൊ പിന്നെ ഈ കുട്ടിന്റെ ബന്ധുക്കളോ ജ്യേഷ്ഠന്മാരോ അളിയന്മാരോ ആരെങ്കിലുമൊക്കെ പറയും, മാഷന്മാര് പറയും, ഇനിയിപ്പോ അവനെ അങ്ങോട്ട് അയക്കണ്ട, നല്ല മാർക്കുണ്ട് SSLC, നമുക്ക് കോളേജിൽ ചേർക്കാം. കോളേജ് ചേർക്കൽ തെറ്റല്ല, കോളേജ് ചേർക്കൽ ആവശ്യമാണ്. പക്ഷെ ഈ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്, ദാറുൽ ഹുദയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്, ദാറുൽ ഹുദയ്ക്ക് 22 സഹസ്ഥാപനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ, അവിടെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത്
അവര് ഗവൺമെന്റ് ഉദ്യോഗത്തിന് അയക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി ഒരു ജോലി നേടി സുഖമായി ജീവിക്കാനോ അല്ല. നേരെ മറിച്ച് ദീനിന്റെ സന്ദേശങ്ങള് ലോകത്തെവിടെയും ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരാകണം അവര്, അതവര് നിർവഹിക്കണം എന്നതിനു വേണ്ടി. അതുകൊണ്ടാണ് അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. വിദ്യാഭ്യാസം വകയിലോ ഭക്ഷണം വകയിലോ താമസം വകയിലോ ഒരുവിധ ഫീസും കുട്ടികളിൽ നിന്ന് ഈടാക്കുന്നില്ല, ഒക്കെ സൗജന്യം. മുസ്ലിം സമുദായം അത് ദീനിനു വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് ദീനിനു വേണ്ടി ഇവരെ വളർത്തിക്കൊണ്ടുവരും. അപ്പൊ 12 കൊല്ലത്തെ വിദ്യാഭ്യാസമാണ് ഇതിന് കാലമാണ് ഇതിന് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ ദാറുൽ സെക്രട്ടറി നേരത്തെ പറഞ്ഞ ഞങ്ങൾ കേട്ടു. ദാറുൽ ചേർക്കുമ്പോൾ അവിടെ 5ാം ക്ലാസ് മദ്രസ പൂർത്തിയാക്കിയ കുട്ടികളെ ചേർത്തിട്ട് പിന്നെ 5 കൊല്ലം സെക്കൻഡറി, 2 കൊല്ലം ഹയർ സെക്കൻഡറി, 3 കൊല്ലം ഡിഗ്രി, അവസാനത്തെ 2 കൊല്ലം PG, ഇങ്ങനെ ആകെ 12 കൊല്ലത്തെ പഠനം. എന്നാൽ ഈ 12 കൊല്ലത്തെ പഠനം കഴിയുമ്പോഴേക്ക് അവർ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് എഴുതിക്കുകയും ചെയ്യും. കാരണം അവർക്ക് ഉപരിപഠനം നടത്താൻ വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വന്നാൽ അത് നിർവഹിക്കാൻ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ആവശ്യമായി വരും. BA, MA, വിവിധ വിഷയങ്ങൾ, ആർട്സ്, ഹിസ്റ്ററി, അല്ലെങ്കിൽ എക്കണോമിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, പല വിഷയങ്ങൾ. ഇങ്ങനെ 2 വിദ്യാഭ്യാസമുള്ള ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവുമുള്ള ഒരു പുതിയ പണ്ഡിത തലമുറയെ തയ്യാറാക്കുക, അവരെ തയ്യാറാക്കുന്നതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. ഇപ്പൊ മുസ്തഫ ഹുദവി അൽഹംദുലില്ലാഹ് നാട്ടിന്റെ നാനാഭാഗങ്ങളിലും പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇക്കഴിഞ്ഞ റമദാനിൽ അദ്ദേഹം ഒരു അത്ഭുതം നിർവഹിച്ചു. ഒരു ദിവസം ദാറുൽ പ്രസംഗിച്ചു, ബുധനാഴ്ച. ദാറുൽ പ്രസംഗം രാവിലെ പകല്. ആ പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം UAE പോയി അവിടെ ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് നടത്തുന്ന ജായിസത്തുൽ ഖുർആൻ അവാർഡ് പ്രഭാഷണത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇവിടുന്ന് വിമാനം കയറി അവിടെ എത്തി. ആ പ്രസംഗം 2 മണിക്ക് അവസാനിച്ചു. 2-2:15 ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ 2:15 പുലർച്ചെ പ്രഭാഷണം നടത്തി അദ്ദേഹം നേരെ എയർപോർട്ടിലേക്ക് പോയി തിരിച്ചു വന്ന് അടുത്ത ദിവസം ദാറുൽ പ്രഭാഷണം നടത്തുക. വീണ്ടും ഒരു ദിവസം കൊണ്ട് 3 മുഖ്യ പ്രഭാഷണങ്ങൾ, 7 മണിക്കൂറിലധികം നീളമുള്ള 3 മുഖ്യ പ്രഭാഷണങ്ങൾ. അതിനു പുറമെ ചെമ്മാട്ടുനിന്ന് ദുബായിലേക്കും അവിടുന്ന് തിരിച്ചും 5460 കിലോമീറ്റർ യാത്രയും. ഇങ്ങനെ നിരവധി ദാറുൽ സന്തതികൾ അൽഹംദുലില്ലാഹ് നിരവധി ബൃഹത്തായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇഖ്ലാസോടുകൂടി ദീനിനു വേണ്ടി ബഹുമുഖമായ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാൻ ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാഹ് ഈ കുട്ടികളും 12 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും ഒക്കെ പ്രഭാഷണം നടത്തുന്നവര്, പ്രിൻസിപ്പാൾമാരായി ഉസ്താദുമാരായി സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്നവര്, മറ്റു വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്നവരുണ്ടാകും. ഇന്ന് ഉണ്ടായതുപോലെ ചില ആളുകളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവരവിടെ ഉള്ള ജോലികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ദീനീ ഖിദ്മത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, ഫിഖ് ക്ലാസുകൾ, വിവിധ മതകീയ സെമിനാറുകൾ, അതുപോലെ മറ്റ് ദഅവാ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ. ദാറുൽ ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹാദിയ, ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകളുടെ ഒരു സംഘടന ഉണ്ട്, യുവ പണ്ഡിതന്മാരുടെ. അതിന്റെ പേരാണ് ഹാദിയ. ഹാദിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം പെറുക്കിയെടുത്ത ഒരു പദ, അറബി പദമാണെങ്കിലും പേര് ഇംഗ്ലീഷിലാണ്. ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ്, HADIA, ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ്. ഗൾഫിലുള്ള ഹുദവികള്, കുവൈത്തിലുള്ളവര്, ബഹ്റൈനിലുള്ളവര്, UAE-യിലുള്ളവര്, സൗദിയിലുള്ളവര്, മസ്കത്തിലുള്ളവരൊക്കെ അവിടെ ഹാദിയ ചാപ്റ്ററുകൾ രൂപീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന് പുറത്ത് ആന്ധ്രയിലും വെസ്റ്റ് ബംഗാളിലും ആസാമിലുമായി 130-ലധികം മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഹാദിയ. അതിനൊക്കെ അവർ സാമ്പത്തികമായും മറ്റു നിലക്കുമൊക്കെ സഹായ സഹകരണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, എവിടെയായാലും അൽഹംദുലില്ലാഹ് അവരിങ്ങനെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക വിഭാഗമായി തയ്യാറാക്കപ്പെട്ട് വരപ്പെടുന്നവർ. ഇൻഷാ അല്ലാഹ് ഈ കുട്ടികളും അങ്ങനെയാകണം. പഠിച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ദാറുൽ ഹുദയുടെ ഒരു കണക്ഷൻ, ഒരു ബന്ധം ഇവിടെ ഉണ്ടായാൽ ഇതുപോലെയുള്ള ചടങ്ങുകളിലൊക്കെ ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കും.
ഇപ്പൊ നിങ്ങൾ കുറെ നേരത്തെ മുതൽ ഈ പരിപാടിയിൽ പങ്കെടുത്തു വരുന്നവരാണ് എന്നതുകൊണ്ടും മുസ്തഫ ഹുദവിയുടെ പ്രഭാഷണം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് എന്നതുകൊണ്ടും ഞാൻ തൽക്കാലം എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. എല്ലാ കൊല്ലവും ഇങ്ങനെ കുട്ടികൾക്ക് ഇവിടെ പ്രവേശനം നൽകി നമ്മുടെ കർണാടക സംസ്ഥാനത്തിന് ഒന്നാമതായി മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ പൊതുവെയും ഒരു ജനറേറ്റർ ആയി നമ്മുടെ ഈ മാടന്നൂരിലെ സ്ഥാപനമാണ്. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവർക്കൊക്കെ കരണ്ട് വിതരണം ചെയ്യുക, പ്രകാശം വിതരണം ചെയ്യുന്ന കേന്ദ്രം, പവർ ഹൗസ് അല്ലെങ്കിൽ ജനറേറ്റർ. അതാണ് എൽമിന്റെ സ്ഥാനം. അള്ളാഹു എല്ലാ വിധത്തിലും ഇതിന് പിൻബലവും ശക്തിയും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഞാൻ ദുആ ചെയ്യണം. പിന്നെ ദാർഹുദയുടെ പദ്ധതികളുമായി പ്രവർത്തന രീതികളുമായി എന്തെങ്കിലും സംശയമുണ്ടാകുന്ന ആളുകളുണ്ടെങ്കിൽ, രക്ഷിതാക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ പുറമെയുള്ള ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച സംശയം തീർക്കും. സ്വയം വിധി പറയാ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം പാസ്സാക്കുക, അത് ഏത് കാര്യത്തിലാണെങ്കിലും ശരിയല്ല. ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കണം, എന്താ അവിടെ അങ്ങനെ, എന്താ ഇവിടെ ഇങ്ങനെ, എന്താ 11.5 വയസ്സെന്ന് വെക്കാൻ കാരണം, അല്ലാത്തവർക്കും വേണ്ട പഠിക്കുക, ഇതൊക്കെ അവിടെ ചോദിച്ചാൽ മറുപടി കിട്ടും. അപ്പോ സമയം കുറവായതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ ശ്രവിച്ചത് കേട്ടതുമൊക്കെ സാലിഹായ അമലായിരുന്നു കബൂൽ ചെയ്യട്ടെ. പിന്നെ നേരത്തെ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല, എന്നാലും അൽഹംദുലില്ലാഹ് വൈകിയാണെങ്കിൽ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ ദാറുൽ വന്നിരുന്നു, ഞങ്ങളും ഇതിനു മുമ്പ് ഇവിടെ വന്നിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഈ നാട്ടിൽ വെളിച്ചത്തിന്റെ ഇൽമിന്റെ ഒരു സ്ഥാപനം ഉണ്ടാകുന്നതിൽ ഞങ്ങൾ കൂടി മുസ്ലിം സഹോദരന്മാരാണ് എന്നതിന്റെ പേരിലുള്ള ഒരു സ്നേഹവും സന്തോഷവും അഭിമാനവുമൊക്കെ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ദാറുൽ ഹുദയും അതിന്റെ പ്രവർത്തകന്മാരുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ വീണ്ടും കൂടുതൽ ശക്തമായി സമൂഹത്തിന് ആവശ്യമായ വിധം തുടരാൻ നമുക്കൊക്കെ അള്ളാഹു അവസരങ്ങളും സൗഭാഗ്യവും മറ്റനുകൂല സാഹചര്യങ്ങളും കനിഞ്ഞേകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്ത് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.